സഭ സീറോ മലബാർ സഭ ഇതിനകത്തെടുത്ത നിലപാട് അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണോ? പി സി ജോർജ് പറഞ്ഞതിൽ മതവിദ്വേഷമുണ്ടാക്കുന്ന ഒന്നുമില്ല എന്ന് പറയുകയും പത്രക്കുറിപ്പിറക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അത് ആശ്ചര്യപ്പെടുത്തിയോ? തീർച്ചയായിട്ടും ആശ്ചര്യമുണ്ട്, സങ്കടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സീറോ മലബാർ സഭ 2020 ജനുവരി 14 പ്രസ്താവന ഇറക്കി ലവ് ജിഹാദ് ഉണ്ടെന്നും പറഞ്ഞു. പോലീസിന് NIAക്ക് അറിയാൻ പാടില്ലാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് മെത്രാന്മാരെങ്ങനെ അറിഞ്ഞത്? അങ്ങനെ അറിഞ്ഞെങ്കിൽ പോലീസിലൂടെ പറയേണ്ടത്, സമൂഹത്തിലുള്ള ഉണ്ടാക്കല്ല ചെയ്യേണ്ടത്. ഇത് കുറ്റകരമാണ് എന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് സമുദായം അംഗങ്ങൾ ചിന്തിക്കുന്നതല്ല ഈ പുറത്തേക്ക് വരുന്ന ഈ നിലപാട് എന്ന് കൂടിയാണ് ഫാദർ പോൾ തേലക്കാട്ട് പറയുന്നത്, അല്ലേ? ഇസ്ലാം മതവിശ്വാസികളുമായിട്ടും ഹിന്ദുക്കളായിട്ടുമൊക്കെ സൗഹാർദ്ദത്തിൽ ജീവിക്കാനാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുന്നത്. അതിന് വിരുദ്ധമായി പിതാക്കന്മാരായാലും അച്ഛന്മാരായാലും ആരായാലും കുറച്ചുകൂടി ഉത്തരവാദിത്വപൂർവ്വം പെരുമാറണം. പി സി ജോർജും സ്ത്രീ പുരുഷന്മാർ സമന്മാരായിട്ടും സമത്വമുള്ളവരായിട്ടും ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടെ അവകാശങ്ങളുണ്ട്, അവർക്ക് അവരുടെ പഠിക്കാനും വളരാനുള്ള എല്ലാ സന്ദർഭങ്ങളുണ്ട്. അവരുടെ കല്യാണം കഴിക്കണമെന്ന കാര്യം അവരുടെ കുടുംബവും അവരുമാണ് തീരുമാനിക്കേണ്ടത്. അത് ആരുടെ മേലും കെട്ടിയേൽപ്പിക്കാനും ഇത്ര പ്രായത്തിൽ കല്യാണം കഴിച്ചോളണം എന്നൊരു കൽപ്പന ഇറക്കാനൊന്നും പി സി ജോർജിന് എന്താണ് ഉത്തരവാദിത്വം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാസ പോലുള്ള മുസ്ലിം വൈരത്തിൻ്റെ സംഘടനകൾ ഇവിടെ വളരുന്നുണ്ട്. അത് വിവേകത്തോടെ കാണാനും അതിനെ നിയന്ത്രിക്കാനും അങ്ങനെ അതിനകത്തേക്ക് പോയി വൈരത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളാകാതെ വേഗപൂർവ്വം വർദ്ധിക്കാൻ എല്ലാവരെയും ഉപദേശിക്കുകയും എല്ലാവരെയും നേർവഴിക്കുകയും നടത്തേണ്ടവർ തന്നെ വഴിതെറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് ഏറ്റവും നിർഭാഗ്യകരമാണ്. സമൂഹവും ജനങ്ങളും തിരിച്ചറിയണം ഇത്തരം പ്രവൃത്തികളെ, ഇത്തരം നടപടികളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നുണ പറയുക, വ്യാജങ്ങൾ ചെയ്യുക, വാക്ക് മാറുക, നുണ പ്രത്യക്ഷമായി പറയുക, ഇതൊന്നും സഭയുടെ നേതാക്കന്മാരൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. മാർപ്പാപ്പയോട് പോലും നുണ പറഞ്ഞ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഏത് യുദ്ധം ചെയ്യാനും നുണ പറഞ്ഞ് യുദ്ധം ജയിക്കാമെന്ന് കരുതുന്നവർ നുണയുടെ ആളുകളായി മാറും. സഭയുടെ തലത്തിലുള്ളവർ സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി തോൽക്കാൻ സന്നദ്ധരാകേണ്ടവരാണ്. അവിടെ ജയിക്കാൻ വേണ്ടി നുണ പറയുകയും അധർമ്മം കാണിക്കുകയും അനീതി ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് ഗൗരവമായി സഭാമണ്ഡലത്തിൽ ചർച്ചകൾ ഉണ്ടാകേണ്ടതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ. കൂടുതൽ ഇതൊക്കെ പറഞ്ഞ് സ്വന്തം കാര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞ് നാറ്റിക്കുന്നു എന്നുള്ള ആക്ഷേപത്തിന് വിധേയമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഭയുടെ അകത്തു നിന്ന് ആത്മവിമർശനം തയ്യാറാകണം. ആത്മവിമർശനമില്ലാത്ത ഏത് സമുദായവും പുരോഗമിക്കില്ല, ആരോഗ്യകരമായി വളരില്ല, നന്നാവില്ല.